യേശുവിൽ സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരി സഹോദരങ്ങളെ, ദൈവനാമം എപ്പോഴും മഹത്വപ്പെടട്ടെ. ദൈവവചനം നമ്മുടെ ഇടയിൽ എപ്പോഴും മഹത്വം പ്രാപിക്കട്ടെ. പ്രിയ സഹോദരി സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ തിരുവചനം ശ്രവിക്കുമ്പോൾ ദൈവം നമ്മളോട് സംസാരിക്കുന്ന വചനങ്ങൾ സത്യവേദ പുസ്തകത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുമ്പോൾ, നിങ്ങളുടെ ഭവനത്തിൽ കുടികൊള്ളുന്ന, നിങ്ങളിൽ വസിക്കുന്ന എല്ലാ തിന്മയുടെ ശക്തികളെയും അന്ധകാര ശക്തികളെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ നിമിഷം ബന്ധിച്ച് പുറത്താക്കുന്നു. ഈശോ നിങ്ങളുടെ ഭവനത്തെ വിശുദ്ധീകരിക്കുന്നതിന് ദൈവത്തിന് നന്ദി പറയുന്നു. ഇനിമേൽ ഒരു അന്ധകാര ശക്തികളും നിങ്ങളെ ആക്രമിക്കാതിരിക്കാൻ ഒരു വൃന്ദം മാലാഖമാരുടെ സഹായം നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന്, സംരക്ഷിക്കുന്നതിന് ദൈവത്തിന് കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം ഹബക്കൂക്ക് പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായം 17-18 തിരുവചനങ്ങളാണ്. ഒരു ദൈവഭക്തൻ അവൻ്റെ വിശ്വാസം എത്ര ദൃഢമായിരിക്കണം എന്ന് വെളിപ്പെടുത്തുന്ന ദൈവവചന ഭാഗമാണ് നമ്മൾ ശ്രവിക്കുന്നത്. അത്തിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും, മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിലും, ഒലിവുമരത്തിൽ കായ്കൾ ഇല്ലാതായാലും, വയലുകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും, ആട്ടിൻകൂട്ടം ആലയിൽ അറ്റുപോയാലും, കന്നുകാലികൾ തൊഴുത്തിൽ ഇല്ലാതായാലും, ഞാൻ കർത്താവിൽ ആനന്ദിക്കും. എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും. പ്രിയ സഹോദരി സഹോദരങ്ങളെ, തന്നോടൊപ്പമായിരിക്കുന്ന ദൈവജനം അവൻ ചെയ്യുന്ന കാർഷിക മേഖലയെക്കുറിച്ച്, ഒരു കർഷകനാണേലും ഒരു ആട്ടിടയനാണേലും സാധാരണക്കാരിൽ സാധാരണക്കാരായ ഓരോ വ്യക്തിയെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ദൈവം പറയുകയാണ്, നീ ഒരു കൃഷിക്കാരനാണ്, നിനക്കറിയാം അത്തിവൃക്ഷം പൂത്തെങ്കിലേ ഫലം ലഭിക്കത്തുള്ളൂ. മുന്തിരിയിൽ പൂവുകൾ വന്ന് ഫലങ്ങൾ വന്നെങ്കിലേ നിനക്ക് അത് ശേഖരിക്കുവാൻ സാധിക്കൂ. ഒലിവ് മരത്തിൽ നിന്നും കായ്കൾ കിട്ടിയെങ്കിൽ മാത്രമേ നിനക്ക് അതിൽ നിന്നും സമ്പത്തുണ്ടാക്കാൻ സാധിക്കൂ. നിന്റെ പാടത്ത് വിതച്ചിരിക്കുന്ന ധാന്യത്തിൽ നിന്നും സമൃദ്ധിയുണ്ടായെങ്കിൽ മാത്രമേ, സമൃദ്ധമായ വിളവ് ലഭിച്ചെങ്കിൽ നിനക്കതുകൊണ്ട് പ്രയോജനമുണ്ടാവും. ഒരു ആട്ടിടയൻ്റെ തൊഴുത്തിൽ ആടുകൾ ഇല്ലാതായാൽ അവന് നഷ്ടമാണ് ഉണ്ടാകുന്നത്. അങ്ങനെ ഒരു കർഷകനാണേലും ഒരു ആട്ടിടയനാണേലും അവൻ്റെ ജീവിതം മുഴുവൻ നഷ്ടങ്ങളും കഷ്ടങ്ങളുമാണെങ്കിൽ പോലും അതിനെ ഓർത്ത് ഞാൻ വിലപിക്കുകയില്ല, ഞാൻ എൻ്റെ കർത്താവിൽ ആനന്ദിക്കും എന്ന് പറയുവാൻ നമ്മളിൽ എത്ര പേർക്ക് സാധിക്കും? ആ വ്യക്തിയുടെ കൂടെ ദൈവം ഉണ്ടായിരിക്കും. നമ്മൾക്ക് ഉള്ള ഇല്ലായ്മകളെക്കുറിച്ച് വിലപിക്കുന്നവരാണ് നമ്മൾ. ദൈവസന്നിധിയിൽ പരാതിപ്പെടുന്നവരാണ് നമ്മൾ.
എന്നാൽ അതിനു പകരം കർത്താവെ, നീ എൻ്റെ കൂടെയുണ്ട്, അതിനു വേണ്ടി ഞാൻ നിനക്ക് നന്ദി പറയുന്നു, എൻ്റെ രക്ഷ എൻ്റെ ദൈവത്തിലാണെന്ന് വിളിച്ചു പറയുവാൻ എത്ര പേർക്ക് സാധിക്കും? ഇന്നത്തെ ദിവസം, മുന്നോട്ടുള്ള ദിവസങ്ങൾ, അതിനുള്ള കൃപ നിങ്ങൾക്ക് ദൈവം തരട്ടെ. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും കരുണയും സമാധാനവും നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകട്ടെ. ഇല്ലാത്തതിനെ ഓർത്തല്ല, നിങ്ങളുടെ കൂടെയുള്ള ദൈവത്തെ പ്രതി നിങ്ങൾ ആനന്ദിക്കുവിൻ. യേശു ക്രിസ്തുവിൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നേരുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.